ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു പ്രാർത്ഥന പാടുമെന്നൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുന്നത്. അത്തരം അവസരങ്ങളിലും ഏതൊരു വേദിയിലും പാടാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ. സി സ്കെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മുകളിലേക്കൊക്കെ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും പാടാനുള്ളൊരു സൗകര്യം കണക്കാക്കി എ സ്കെയിൽ 6 ഘട്ട ശ്രുതിക്കാണ് എടുത്തിരിക്കുന്നത്. ചിത്രചാതുരി കാട്ടിയും, ആ ചിത്രചാതുരി കാട്ടിയും അവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ആദ്യത്തെ വരി പോലെയാണ്. അപ്പോൾ എളുപ്പമാണല്ലോ പാടാൻ. എല്ലാവർക്കും നമസ്കാരം. ഗായകപ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും ചടങ്ങുകളിൽ ഈശ്വര പ്രാർത്ഥന പാടാനുള്ള അവസരം നമുക്ക് കിട്ടാറുണ്ടല്ലേ. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു പ്രാർത്ഥന പാടുമെന്നൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുന്നത്. അത്തരം അവസരങ്ങളിലും ഏതൊരു വേദിയിലും പാടാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വിദ്യാലയങ്ങളിലും നമുക്ക് പാടാവുന്നതാണ്. കാരണം മഹാകവി കുമാരനാശാൻ്റെ ഒരു കാവ്യശകലം, ഒരു 4 വരിയുള്ള ഭാഗമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ന് ഞാൻ എ സ്കെയിൽ, അതായത് 6 ഘട്ട ശ്രുതിയിലാണ് അവതരിപ്പിക്കുന്നത്. 6 ഘട്ട എന്ന് പറയുന്നത് കുറച്ച് ലോ പിച്ചാണ്. പക്ഷേ എല്ലാവർക്കും പാടാനുള്ള ഒരു സൗകര്യത്തിന് ഇപ്പോൾ സി സ്കെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മുകളിലേക്കൊക്കെ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും പാടാനുള്ളൊരു സൗകര്യം കണക്കാക്കി എ സ്കെയിൽ 6 ഘട്ട ശ്രുതിക്കാണ് എടുത്തിരിക്കുന്നത്. ഹംസാനന്ദി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പ്രെയർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒപ്പം പാടി പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഈ ട്യൂട്ടോറിയലിൻ്റെ അവസാനം ലിറിക്സോടുകൂടി ഞാൻ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. സാ വാ സാ, ടോപ്പിലെ സായിലാണ് തുടങ്ങേണ്ടത്. ഇനി ശ്രുതി അതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയില്ലെങ്കിലും പേടിക്കേണ്ട. ടോപ്പിലാണ്, അതായത് മേലിലാണ് തുടങ്ങുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ചന്തമേറിയ പൂവിലും ശബളാഭമാ ശലഭത്തിലും, മുകളിലാണ് തുടങ്ങേണ്ടത്. ചന്തമേറിയ സാസനിത നിത ദമമഗ, ചന്തമേ മേ എന്നുണ്ട്. ധനിത ചന്തമേറിയ ദമമഗ റിയ, പൂവിലും ഗമത ഗമമഗ ശബളാഭമാ ഗരിരി സസാരി സാ ശലഭത്തിലും സാ സാ സാരി ഗരിഗ. ഒരുമിച്ച് പാടുമ്പോൾ ചന്തമേറിയ പൂവിലും ശബളാഭമാ ശലഭത്തിലും. അടുത്ത വരി ഇതേ ട്യൂൺ തന്നെയാണ്, അവസാനേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും, ആ ചിത്രചാതുരി കാട്ടിയും അവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ആദ്യത്തെ വരി പോലെയാണ്. അപ്പോൾ എളുപ്പമാണല്ലോ പാടാൻ. സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി സാരിക സാ സദ 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 കാട്ടിയും സാരിക റിസ സാ കാട്ടിയും. അപ്പോൾ ആ 2 വരി ഒന്ന് പാടി നോക്കാം അല്ലേ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും, സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. അടുത്ത വരി. ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മി നീട്ടിയും, ഇവിടെയാണ് കുറച്ചൊന്ന് മുകളിൽ പോകുന്ന ഒരു ഭാഗം. ഹന്തചാരു സാരി ഗ ഹന്തചാരു കടാക്ഷമാലകൾ, കടാക്ഷ എന്നുണ്ട് ചെറുതായിട്ട്, ഗഗമത കടാക്ഷ
മാലകൾ ഗമാഗഗാഗ ഹന്തചാരു കടാക്ഷ മാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും അർക്കരശ്മിയിൽ ഗമത സനിമ അർക്കരശ്മിയിൽ നീട്ടിയും സാരി കരിക ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഇത് നമ്മുടെ രണ്ടാമത്തെ വരി പോലെ തന്നെയാണ് അല്ലേ ട്യൂണ്. ചിന്തയാം മണി സാസനിധനിധമമക ചിന്തയാം മണി മന്ദിരത്തിൽ ഗമത ഗമാഗ ഗരിരിസ ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ സാരിക സാസദ സദ സദ വാഴ്ത്തുവിൻ സാരിക ദിസസാ ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. അപ്പോൾ ഈ ഒരു 2 വരി പാടി നോക്കാം. ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മി നീട്ടിയും ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ആ വരി തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ നിർത്തുന്ന സമയത്ത് ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഇങ്ങനെയൊരു എൻഡിങ് കിട്ടാൻ വേണ്ടി അവസാനത്തെ വരി ഒരു തവണയും കൂടെ പാടി നിർത്താം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മി നീട്ടിയും ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കമൻറ്റുകളിലൊക്കെ ഞാൻ കണ്ടിരുന്നു ഒരു ഈശ്വര പ്രാർത്ഥന ഉൾപ്പെടുത്തുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർക്ക് കൂടി വേണ്ടി ചെയ്തതാണിത്. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എവർക്കും നന്ദി, നമസ്കാരം.